നമസ്കാരം. ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ മണ്ഡ്യയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഉയർത്തിയ പതാകയെ ചൊല്ലി സംഘർഷം. മണ്ഡ്യയിലെ കെരഗുഡു ഗ്രാമത്തിലെ ദേശീയ പതാകയ്ക്ക് പകരം JDS-BJP പ്രവർത്തകർ ഹനുമാന്റെ ചിത്രമുള്ള കാവിക്കൊടി ഉയർത്തിയതോടെയായിരുന്നു പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ജില്ലാ അധികൃതർ എത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ പതാക അഴിച്ചുമാറ്റി പകരം ദേശീയ പതാക ഉയർത്തി. ഇതോടെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരികയും വിഷയം ഏറ്റുപിടിക്കുകയും ചെയ്തു. പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതിനു പിന്നാലെ പദയാത്രയുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ മുഖമാണ് ഹനുമാൻ ധ്വജ അഴിച്ചുമാറ്റിയതിലൂടെ വെളിവായിരിക്കുന്നതെന്നാണ് JDS-ന്റെയും BJP-യുടെ ആക്ഷേപം. അവിടെ കൊടിമരം സ്ഥാപിക്കാൻ അനുമതി തേടുമ്പോൾ ദേശീയ പതാക മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്ന നിബന്ധന വെച്ചിരുന്നതായും അത് ലംഘിക്കപ്പെട്ടതോടെയാണ് ഇടപെട്ടതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ഹനുമാൻ ധ്വജ BJP-യുടെ ആരോപണത്തെ തള്ളി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്ത് വന്നു. JDS-ഉം BJP-യും കൈകോർത്തു മണ്ഡ്യയെ വർഗീയ രാഷ്ട്രീയത്തിനുള്ള പരീക്ഷണശാലയാക്കുന്നെന്നും പ്രദേശവാസികൾ ഈ കെണിയിൽ വീഴരുതെന്നും സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചു. സർക്കാരിന് ഒരു മതവിഭാഗത്തോടും പ്രത്യേക മമതയില്ല. ദേശീയ പതാക ഉയർത്തേണ്ടിടത്ത് അത് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാകയല്ലാതെ പതാകകൾ ഉയർത്തുന്നതിൽ ഔചിത്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 108 അടി നീളമുള്ള കൊടിമരമാണ് കെരഗുഡിലെ സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മത രാഷ്ട്രീയ പരിപാടികൾക്കായി കൊടിമരം ഉപയോഗിക്കുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. പതാകയെ ചൊല്ലി പ്രശ്നം രൂക്ഷമായതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ ലംഘിച്ച് JDS-ഉം BJP-യും പ്രതിഷേധ പദയാത്ര സംഘടിപ്പിക്കുന്നുമുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കെരഗുഡയിൽ പോലീസ് വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. ഹനുമാൻ ധ്വജ കൊടിമരത്തിൽ പുനഃസ്ഥാപിക്കും വരെ സമരമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുമെന്നാണ് JDS-ഉം BJP-യും വ്യക്തമാക്കിയിട്ടുള്ളത്.